മഹേട്ടന്റെ മുറി എവിടെയായിരിക്കും? മഹേട്ടന്റെ മുറി ഇത് തന്നെ ആയിരിക്കണേ. ശ്രീ മഹേശ്വര, മഹേട്ടന്റെ മുറി ഇത് തന്നെ ആവണേ. ഗംഗയോ? എന്താ വന്നേ? അകത്തേക്ക് വാ. അത് ഞാൻ അടുക്കള എവിടെയെന്ന് തിരക്കി വന്നതാ. ഇതാണെന്ന് തോന്നി. എന്റെ മുറി കണ്ടപ്പോ അടുക്കളയാണെന്ന് തോന്നിയോ? അത് പിന്നെ ഞാൻ അതെ, അടുക്കളയിൽ പോണമെങ്കിലേ ദോ അങ്ങോട്ട് പോയാ മതി. അതാണ് അടുക്കള. ശരി, പോട്ടെ. മഹേട്ടന്റെ മുറി എവിടെയാന്ന് അറിയാൻ കഴിയുന്നില്ലല്ലോ. ശ്രീ മഹേശ്വര, എന്നെ കൺഫ്യൂഷൻ ആക്കാതെ മഹേട്ടന്റെ മുറി ഒന്ന് കാണിച്ചു തരണേ. മുകളിലൊന്ന് പോയി നോക്കിയാലോ? നിക്കടി. നീ എന്തിനടി ഇവിടെ കിടന്ന് കറങ്ങുന്നേ? അത് ഞാൻ വെള്ളം കുടിക്കാൻ. നിനക്ക് വെള്ളം കുടിക്കാനുള്ള കിണറേ പുറത്താ. ഈ വീടിനകത്തോടെ നടന്നപ്പോ ഒന്നും മനസ്സിലാവുന്നില്ല. നീ കൈലാസത്തിൽ ആദ്യമായിട്ടല്ലേ വന്നിരിക്കുന്നേ? ഇത്രയും കാലം തറവാടിനടുത്ത് നീ താമസിച്ചിരുന്ന പീർ ഔട്ട് ഹൗസ് അല്ല ഈ കൈലാസം. പാവം, കൈലാസത്തിന്റെ അകമൊക്കെ കണ്ടപ്പോഴേക്കും ഇവൾക്ക് മതിഭ്രമം ഉണ്ടായിരിക്കുകയാണല്ലേ മോളെ. നീ ഇതിനകത്ത് അധികം ചുറ്റി കറങ്ങണ്ട. ആ അടുക്കളയിൽ പോയിരിക്കെ, അതാണ് നിനക്ക് പറ്റിയ സ്ഥലം. മുകളിലെ നിലയിലെ അടുക്കള അതാണോ? ആ മുറിയിലേക്ക് നീ പോണ്ട. അത് മഹേട്ടന്റെ മുറിയാ. എന്താടി കുന്തം വിഴുങ്ങിയ പോലെ നോക്കി നിൽക്കുന്നേ? വെള്ളം കുടിക്കണമെങ്കിലേ അടുക്കളയിലോട്ട് ചെല്ല്. പോകാൻ. നന്ദി, വളരെ ഉപകാരം. പോട്ടെ അമ്മായി. എന്നാലും എന്തൊരു സാധനം മോളെ ഇവള്. അവളുടെ നോട്ടോ ഭാവോ പിടിക്കുന്നില്ല എനിക്ക്. മോള് വാ. അമ്മയും മോളും സ്ഥലം വിട്ടു. ഇനി സമാധാനത്തോടെ മഹേട്ടനെ കാണാം. മഹേട്ടൻ ഇതിനകത്തില്ലേ? അയ്യോ, ആരാ വാതിലടച്ചത്? മഹേട്ടനിത് എവിടെ പോയി? ഇത് മഹേട്ടന്റെ മുറി തന്നെയാണോ? മഹേട്ടൻ മഹേട്ടനായിരിക്കോ? അയ്യോ അയ്യോ, മഹേട്ടനാണല്ലോ. അനുവാദമില്ലാതെ മഹേട്ടന്റെ മുറി കയറിയതിന് എന്നെ വഴക്ക് പറയോ? അയ്യോ അയ്യോ.
ഈശ്വര, മഹേട്ടൻ എന്നെ കണ്ട കുഴപ്പമായത് തന്നെ. ഇനി ഇവിടുന്ന് എങ്ങനെ പുറത്തു പോവും? മഹേട്ടൻ ഉറങ്ങിയിട്ട് പോവാം, അതാ നല്ലത്. മഹേട്ടൻ ഉറങ്ങിയോ? അനക്കൊന്നുമില്ലല്ലോ. ഉറങ്ങിയിട്ടുണ്ടാവും. മഹേട്ടാ, ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഇനി എപ്പോഴാ മഹേട്ടനെ തനിച്ചു കിട്ടാന്ന് അറിയില്ലല്ലോ. ഞാൻ ഉണർത്തുന്നില്ല, പോവാ. ആരും കണ്ടില്ല. മഹേട്ടനെ കാണാൻ ഇനി അവസരം കിട്ടുമല്ലോ. അപ്പൊ മഹേട്ടനോട് സംസാരിക്കാം. ഇതാരായിരിക്കും? ഓ, ഇതായിരിക്കും മഹേട്ടന്റെ മോള്. ഹായ്. ഇനി ഞാൻ ഷൂട്ട് ചെയ്യും. വേഗം പൊക്കോ. ആഹാ, ഈ കളിത്തോക്ക് കൊണ്ട് ഷൂട്ട് ചെയ്താ ഞാൻ ചത്തോന്നുമില്ലല്ലോ. ഇപ്പൊ മോള് ഷൂട്ട് ചെയ്തിട്ടും എനിക്ക് വേദനിച്ചൊന്നുമില്ലല്ലോ. വേദനിച്ചില്ലേ? എന്നാ പിടിച്ചോ. അയ്യോ, വേണ്ട വേണ്ട വേണ്ട, ദേഹം നോവും. നോവട്ടെ. വേണ്ട. അയ്യോ അയ്യോ, നിക്കടി. മോള് വേണ്ട. എടി നിക്കടി. ഏയ്, മോളെ മോളെ നിക്ക്. ഓടാതെ നിക്ക്. മോളെ വേണ്ട, മോളെ നിക്കാൻ. ഏയ്, മോള് പ്ലീസ്. മോള് വേണ്ട വേണ്ട എന്താ അവിടെ? പ്ലീസ്. ചോദിച്ചത് കേട്ടില്ലേ? അത് മോളെന്നെ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോ ഞാൻ അറിയാതെ ബഹളം വെച്ച് പോയതാ. മോള് കളിച്ചതാ. ഈ സമയത്താണോ നിന്റെ കളി? ഇങ്ങനെ ആളെ ഷൂട്ട് ചെയ്തിട്ടാണോ കളിക്കുന്നത്? ഇതുപോലെ ആരെയും ഷൂട്ട് ചെയ്തിരുന്ന നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? ചെയ്താൽ എന്താ? മഹി എന്റെ അമ്മയെ കൊന്ന പോലെ എന്നെയും കൊല്ലോ. ഈ തോക്ക് മതിയോ എന്നെ കൊല്ലാൻ? എന്നാ കൊല്ല്. എന്റെ അമ്മയെ കൊന്ന പോലെ എന്നെയും കൊന്നേക്ക്. ഞാൻ മരിച്ചോളാം. കൊന്നേക്ക്. മാളു, ഇങ്ങനെയൊന്നും പറയരുത്. പറയും, ഇനിയും പറയും. മഹി എന്നെ കൊല്ല്. ദേ, നീ നല്ല തല്ല് വാങ്ങും. തല്ല്, തല്ലിക്കൊല്ല്. എനിക്കെന്റെ അമ്മയുടെ അടുത്ത് പോവാലോ. അമ്മയെ കാണാലോ. മാളു, അയ്യോ, കൊച്ചു കുഞ്ഞല്ലേ ഇവള്. അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു പോയാ തല്ലാൻ പാടില്ല മഹിയേട്ടാ. തെറ്റ് തിരുത്തി കൊടുക്കണം. ഇങ്ങനെയൊന്നും അച്ഛനോട് പറയരുത് മോളെ. എന്തിനാ മോളെ അച്ഛനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? നാത്തൂനെ, ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോ ഇതാണ് മഹിയേട്ടനെ അലട്ടുന്ന പ്രശ്നം, അദ്ദേഹത്തിന്റെ ദുഃഖത്തിന്റെ കാരണം. നീ എന്തിനാടി മഹേട്ടന്റെ കൈ പിടിച്ചത്? അതിന് നിനക്കെന്താ അധികാരം? എനിക്ക് അധികാരമൊന്നുമില്ല. മഹിയേട്ട മോളെ തല്ലാതിരിക്കാൻ വേണ്ടി ചെയ്തതാ. എടി, നീ എപ്പോഴാ ഇവിടുന്ന് പോകുന്നേ? എപ്പോഴാ പോവേണ്ടത്?
നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പൊക്കോണം. നിനക്കേ മഹേട്ടന്റെ സ്വഭാവം ശരിക്കും അറിയില്ല. ഞാനറിയാത്ത മഹേട്ടനല്ലല്ലോ ഈ മഹേട്ടൻ. നീ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. നീ മഹേട്ടന്റെ കയ്യിൽ പിടിച്ചത് മഹേട്ടന് അത്ര ഇഷ്ടമായിട്ടൊന്നുമില്ല. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോണ്ടാ മഹി പ്രതികരിക്കാതെ പോയത്. അല്ലെങ്കിൽ മാളൂന് കിട്ടേണ്ട അടിയെ നിന്റെ കരണത്ത് കിട്ടിയേനെ. നീ മഹേട്ടന്റെ കൺമുന്നിലൊന്നും ചെന്ന് പെടണ്ട. നല്ല വഴക്കും കിട്ടും, തല്ലും കിട്ടും. നാളെ തന്നെ നീ സ്ഥലം വിട്ടു. അതാ നിനക്ക് നല്ലത്. നാളെ മുതൽ നിന്നെ ഇവിടെ കണ്ടേക്കരുത്. വാ മോളെ. എല്ലാം പോയത് എനിക്ക് നന്നായിട്ട് വേദനിച്ചു ഗൗരി. അമ്മയെ കൊന്നതുപോലെ എന്നെയും കൊല്ലുമെന്ന് എന്റെ മുഖത്ത് നോക്കി ചോദിച്ചപ്പോ ഞാൻ തകർന്നു പോയി. അവളുടെ കുഞ്ഞു മനസ്സിൽ ഈ ചിന്ത എങ്ങനെ കയറിക്കൂടി വന്നു ഗൗരി? നമ്മുടെ മോളെ ഞാൻ എങ്ങനെ തിരുത്തും? മഹേട്ട, മാളൂട്ടിയുടെ സംസാരം മഹേട്ടനെ വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം. അത് കാര്യാക്കണ്ട മഹേട്ട. അവള് കുഞ്ഞല്ലേ. അവളെ തല്ലാൻ ശ്രമിക്കണ്ടായിരുന്നു. അവളങ്ങനെ പറയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്റെ നിയന്ത്രണം വിട്ടുപോയി. മഹേട്ടന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ചട്ടുകം പഴിപ്പിച്ച് അവളെ പൊള്ളിച്ചേനെ. അപ്പോഴേക്കും ആ പെണ്ണ് വന്ന് തടഞ്ഞില്ലേ. മഹേട്ടൻ വിഷമിക്കണ്ട. നമുക്ക് മാളുവിന്റെ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിയെടുക്കാം. മാളു മഹേട്ടനെ സ്നേഹിക്കും. ഇപ്പൊ പറഞ്ഞ പോലെയൊന്നും അവൾ ഇനി പറയില്ല. അതൊക്കെ ഞാൻ മാറ്റിയെടുത്തോളാം. നമ്മുടെ കല്യാണം കഴിയുന്നതോടെ എല്ലാം ശരിയാവും. നാളെയാണ് ഗൗരിയുടെ കേസിന്റെ വിധി വരുന്നത്. ആ വിധി എന്താവെന്ന് എനിക്കറിയില്ല. ചെയ്യാത്ത തെറ്റിന് കോടതി എന്നെ ശിക്ഷിക്കോ, അതോ എന്റെ നിരപരാധിത്വം കോടതിക്ക് ബോധ്യപ്പെടുവോ? ഒന്നും അറിയില്ല. മഹേട്ടൻ ഈ കേസ് ജയിക്കും. അതിനുവേണ്ടി ദൈവത്തോട് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവം എന്റെ വിളി കേൾക്കാതിരിക്കില്ല. മഹേട്ടന് കോടതി വെറുതെ വിടും. അതൊരു പ്രതീക്ഷ മാത്രമാണ്. എന്തായാലും കോടതി വിധി എന്താന്ന് നാളെ അറിയാലോ. മഹേട്ടൻ സമാധാനത്തോടെ കിടന്നുറങ്ങ്. നമുക്ക് നാളെ സംസാരിക്കാം. ഗുഡ് നൈറ്റ്. എന്നെ വഴക്ക് പറഞ്ഞിട്ടാ ഞാനും വഴക്ക് പറഞ്ഞത്. നല്ലോണം വിഷമം വന്ന് കാണും. വിഷമിക്കട്ടെ. വിഷമിക്കാനാ പറഞ്ഞത്. ഇനിയും പറയും. അമ്മേ അമ്മയെ കൊന്നതുപോലെ എന്നെയും കൊല്ലോ. മാളുവിന് നല്ല പേടിയുണ്ട്. അമ്മേ 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 മാളുവിനെ എല്ലാരും വിഷമിപ്പിക്കുക. അമ്മേ മാളുവിന് ആരുമില്ല. അമ്മന്ന് വരൂ മാളുവിന്റെ അടുത്ത്. അമ്മ എന്താ മാളുവിന്റെ അടുത്ത് വരാത്തെ? അമ്മേ അമ്മേ മാളൂട്ടി മോളെ. അമ്മേ അമ്മേ
പറയുന്നു ഒന്ന് കേക്ക്. അപ്പൊ നീ ഇവിടുന്ന് പോവാൻ തീരുമാനിച്ചോ? ഞാൻ ഇനി എന്തിനാ ഇവിടെ താമസിക്കുന്നേ? ഞാൻ പോവാ, എങ്ങോട്ടെങ്കിലും പോവാ. നീ പൊയ്ക്കോ. പക്ഷെ ഈ കാരണത്താൽ ഇപ്പൊ ഇവിടുന്ന് നീ പോയാ പിന്നീട് നമ്മൾ തമ്മിൽ കാണില്ല. എന്റെയും മോളുടെയും കാര്യത്തില് നീ ഇടപെടാനും പാടില്ല. ആർക്കും ഒരു ശല്യമാകാൻ ഞാൻ വരില്ല. നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വരികയില്ല. നിങ്ങളുടെ അനുവാദം ഇല്ലാതെ മോളുടെ കാര്യത്തിൽ ഇടപെടുകയില്ല. നിനക്കതിന് കഴിയോ? എങ്കിൽ സത്യം ചെയ്യ്. സത്യം ചെയ്യ്. സത്യം. അങ്ങനൊരു സത്യം അമ്മ നിന്റെ അച്ഛനോട് ചെയ്തു പോയി മോളെ. അമ്മയ്ക്ക് ആ സത്യത്തിന്റെ പേരിൽ മോളുടെ മുമ്പിൽ വരാനോ മോളെ ഒന്ന് തൊടാനോ കഴിയില്ല. മോളുടെ സങ്കടത്തിന് മുൻപിൽ അമ്മ നിസ്സഹായായി പോയല്ലോ മോളെ. മഹേട്ടനെ കാണാൻ അവരാരും സമ്മതിക്കില്ല, സംസാരിക്കാനും അനുവദിക്കില്ല. ഞാൻ എന്ത് ചെയ്യും? അതിന് കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ ഈ അടുക്കളയിൽ കിടക്കുന്ന? നാട്ടിലേക്ക് പോവാം, അതാ നല്ലത്. എന്തെല്ലാം പ്രതീക്ഷയോടെ വന്നത്. മഹേട്ടൻ എനിക്ക് എത്തി നോക്കാൻ പോലും പറ്റാത്തത്ര ഉയരത്തിലാണല്ലോ. അതിനിടയിൽ ആ അമ്മയും മോളും കൂടി നടക്കുക. മഹേട്ടനെ ആരെയും കണ്ണു വെക്കുന്നുണ്ടോന്ന് നോക്കിക്കൊണ്ട്. മഹേട്ടനെ തട്ടിക്കൊണ്ടുപോകാനൊന്നും അല്ലല്ലോ ഞാൻ വന്നത്. അയ്യോ ഭഗവാൻ, ഇനി ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. നമുക്ക് സ്ഥലം വിടാം. ശ്രീ മഹേശ്വര, സങ്കടത്തോടെ ഞാൻ പോകുന്നത്. ആഹാ, നീ ഈ സമയത്ത് ഇതെല്ലാം പാക്ക് ചെയ്ത് എങ്ങോട്ട് പോവാ? ഞാൻ എന്തിനാ ഈ അടുക്കളയിൽ കിടക്കുന്നത്? അതിവിടെ അടുക്കള പണിക്കൊരു തടസ്സമല്ലേ. അതുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് പോവാ. നീ ഈ സമയത്ത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ പ്രശ്നമാവും. മഹിസാറിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസമാണിന്ന്. മഹിസാറിന്റെ കേസില് ഇന്നാണ് കോടതി വിധി പറയുന്നത്. മഹേട്ടന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസമാണോ ഇന്ന്? എങ്കിൽ ആ കേസിന്റെ വിധി അറിഞ്ഞിട്ട് പോവാം. ഭാഗ്യം, കയ്യില് തോക്കില്ല. മാളു, പാവം കുട്ടി അച്ഛന്റെ കേസിനെ പറ്റി ഓർത്ത് വിഷമിച്ചിരിക്കായിരിക്കും. മാളു, ഇത് നല്ല പാവക്കുട്ടിയാണല്ലോ, സൂപ്പർ ആയിട്ടുണ്ട്. ഇതിനെ എനിക്ക് തരുമോ? ഇല്ല. ഈ പാവക്കുട്ടിയായിട്ടിരിക്കുമ്പോ മോള് സുന്ദരി കുട്ടിയാ. തോക്കെടുത്താലേ മോൾക്ക് വേറൊരു ലുക്കാ. മോൾക്ക് എന്ത് വിഷമമുണ്ടല്ലോ? എന്താ അത്? ആ വിഷമമുണ്ട്. അതിന് നിങ്ങൾക്കെന്താ? ചക്രക്കുട്ടിയുടെ മനസ്സിലെ വിഷമം എന്താന്ന് എനിക്കറിയാം. ആ വിഷമം ഞാൻ മാറ്റിത്തരാം. വാ മോളു. എന്നെ പിടിക്കണ്ട, ഞാൻ വന്നോളാം. നല്ല കുട്ടി. നമുക്ക് പൂജാമുറിയിൽ പോയി ഭഗവാനോട് പ്രാർത്ഥിക്കാം. മോളുടെ വിഷമം ഭഗവാൻ മാറ്റിത്തരും. വാ.
നിനക്ക് നീതി കിട്ടാനായി ഞങ്ങൾ ഇത്രയും നാൾ കോടതി കയറി ഇറങ്ങി നടന്നു. ഇന്നാ വിധി വരും. എന്റെ മോൾക്ക് നീതി കിട്ടും. അമ്മയ്ക്ക് ഉറപ്പുണ്ട്. നിന്നെ ഇല്ലാതാക്കിയിട്ട് സുഖമായി ജീവിക്കുന്ന നിന്റെ ഭർത്താവിന് ഉചിതമായ ശിക്ഷ കിട്ടുമോളെ. അവനെ കൈവിലങ്ങ് വെച്ച് പോലീസ് ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടിട്ടേ അമ്മ വരൂ. കോടതിയിലേക്ക് പോകാൻ അമ്മ ഇതുവരെ റെഡിയായില്ലേ? മോനെ, കേസിന്റെ വിധി നമുക്ക് അനുകൂലമാവുന്ന ആ വക്കീല് പറഞ്ഞത്. കുറ്റം ചെയ്തവൻ ശിക്ഷിക്കപ്പെടണമല്ലോ. അങ്ങനെയെങ്കിൽ ഇന്നത്തെ കോടതി വിധി നമുക്ക് അനുകൂലമായിരിക്കും. എന്റെ പെങ്ങൾക്ക് നീതി കിട്ടും. എന്റെ ദൈവമേ, ഇന്നത്തെ കോടതി വിധി എന്റെ മോളെ കൊന്നവനെ ശിക്ഷിച്ചുകൊണ്ടായിരിക്കണേ. മരിച്ചുപോയ നിന്റെ പെങ്ങളുടെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ ആ മഹിയെ കോടതി ശിക്ഷിക്കണം. എന്റെ മോളെ കൊന്നിട്ട് അവനൊന്നും സംഭവിക്കാത്ത ഭാവത്തിൽ നടക്കുമല്ലേ? അവന്റെ കൈ പോലീസ് വിലങ്ങ് വെക്കുന്നത് കണ്ടാലേ അമ്മയ്ക്ക് തൃപ്തിയാവും മോനെ. ആ കാഴ്ചയാണ് എനിക്കും കാണേണ്ടത്. മഹി കുറ്റക്കാരനാണെന്ന് കോടതി പറയട്ടെ. ആ വിധി കേട്ട് പുറത്തേക്ക് വരുന്ന മഹിയെ എനിക്കൊന്ന് കാണണം. അവന് വേണ്ടി ഇത്രയും കാലം മനസ്സിൽ കരുതി വെച്ചത് അവിടെ വെച്ച് ഞാൻ കൊടുത്തോളാം. എന്റെ പെങ്ങളെ കൊന്നവനെ ഞാൻ വെറുതെ വിടുന്ന അമ്മ കരുതുന്നുണ്ടോ? ഇന്ന് ദൈവം നമ്മുടെ കൂടെയാ മോനെ. അവനെ കോടതി ശിക്ഷിക്കും. എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കുമേ. അമ്മ വേഗം പോയി റെഡിയാവ്. ശരി. മോളിരുന്നോ, നമുക്ക് പ്രാർത്ഥിക്കാം. കൈ തൊഴുത് പിടിക്ക്. ഞാൻ പറയുന്നത് പോലെ പ്രാർത്ഥിക്കണേ. ശ്രീ മഹേശ്വര, ശ്രീ മഹേശ്വര, മാളുന്റെ അച്ഛൻ കേസിൽ ജയിക്കണേ. മഹേശ്വർ കേസി തോക്കണേ. അച്ഛൻ കേസിൽ ജയിക്കണേന്ന് പ്രാർത്ഥിക്കുമോളെ. മഹേശ്വർ തോക്കണേ. തോക്കണേ. ജയിക്കല്ലേ. കോടതി മഹേശ്വറിനെ ശിക്ഷിക്കണേ. ഇതെന്താ ഈ കുട്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചത്? ശ്രീ മഹേശ്വര, മാളു അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാണ്. ക്ഷമിക്കണേ. കേസിൽ മഹിയേട്ടൻ ജയിച്ചു വരണേ. മഹിയേട്ടൻ കേസ് ജയിക്കാൻ എന്താ ഇപ്പൊ ചെയ്യാ? ശ്രീ മഹേശ്വരന് ഒരു പായസം നേദിച്ചാലോ? ആ നിവേദ്യം കഴിച്ചിട്ട് പോയാൽ ഉറപ്പായിട്ടും ശ്രീ മഹേശ്വരൻ മഹിയേട്ടനെ കേസിൽ ജയിപ്പിക്കും. ശ്രീ മഹേശ്വര, മഹേശ്വര. ഓ ശരി. മഹിയേട്ടൻ നല്ല ടെൻഷനിലാണല്ലോ. മഹിയേട്ടൻ വിഷമിക്കണ്ട. ശ്രീ മഹേശ്വരന്റെ നിവേദ്യം കഴിച്ചിട്ട് പോയാ ഈ കേസിൽ മഹിയേട്ടന് അനുകൂലമായിട്ടുള്ള വിധിയെ വരുള്ളൂ. ആരാണവൾ? മഹിയുടെ രക്തം കൈക്കൊമ്പിളിൽ എടുത്ത് പൂജ മുടക്കിയ ആ പെണ്ണ് ആരാണ്? ഗംഗ മഹേട്ടന്റെ തറവാട്ടിലുള്ളതാ. ബന്ധുവല്ല, മഹേട്ടന്റെ അച്ഛന്റെ പഴയ ഒരു സുഹൃത്തിന്റെ മകളാ. അവള് പൂജ സ്ഥലത്തേക്ക് കടന്നു വരുമെന്നോ പൂജ മുടക്കുമെന്നോ ഞങ്ങൾ ആരും കരുതിയില്ല. അവളെ തടയാനും കഴിഞ്ഞില്ല. അവളെ തടയാൻ നിനക്ക് കഴിഞ്ഞില്ല. അത് തന്നെയാണ് ഗൗരിയുടെ ആത്മാവിന്റെ വിജയം, നിന്റെ പരാജയവും. പൂജ മുടങ്ങിയത് അപശകുനമാണോ? നിന്റെ വിവാഹത്തിന് ഞാൻ മനസ്സിൽ കാണുന്ന ദുശകുനമാണ് ഗംഗ. ആ ദുശകുനം പൂജാ സമയത്ത് തന്നെ കടന്നു വന്നത് നിന്റെ ജീവിതത്തിന്റെ ദുർനിമിത്തമാണ്. ആ പൂജ പൂർണ്ണമായിരുന്നെങ്കിൽ ഗൗരിയുടെ ആത്മാവിനെ തളയ്ക്കാൻ കഴിഞ്ഞേനെ. അടുത്ത അവസരം വന്നെത്താൻ അടുത്ത പൗർണമി വരെ കാത്തിരിക്കണ്ടേ? അതിനകം ഗൗരിയുടെ ആത്മാവ് കൂടുതൽ കരുത്തായാൽ അവളെ തളയ്ക്കാൻ ഈ പൂജകൾ കൊണ്ട് കഴിയാതെ വരും.
കൈലാസത്തിനകത്ത് കടന്നിരിക്കുന്ന ഗൗരിയുടെ ആത്മാവിന്റെ ലക്ഷ്യം നീയാണ്. നീയാണ് ഇനി സൂക്ഷിക്കേണ്ടത്. ഗൗരി എന്നെ ഉപദ്രവിക്കോ? ഞാൻ എങ്ങനെ കൈലാസത്തിൽ ജീവിക്കും? ഗുരുവമ്മേ, എനിക്ക് ഗൗരിയെ ഭയമുണ്ട്. ഈ ഭയത്തിൽ നിന്ന് എന്നൊന്ന് രക്ഷിക്കണം. അവളെ ഭയപ്പെട്ട് നീ എങ്ങോട്ടോടി രക്ഷപ്പെടും? അവളെ പിന്നാലെ വരും. നീ ഭയപ്പെടരുത്. ഗൗരിയെ നേരിടണം. ഗൗരിയുടെ ആത്മാവിനെ നിഷ്ക്രിയമാക്കണം. അതിനെന്ത് ചെയ്യാനാവും? ഗുരുവമ്മ എന്തെങ്കിലും ഒന്ന് ചെയ്ത് എന്നെ എന്റെ അമ്മയെ ഒന്ന് രക്ഷിക്കണം. എന്റെ അമ്മയും അവള് ഭയപ്പെടുന്നുണ്ട്. ഗൗരിയിൽ നിന്ന് രക്ഷ നേടാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? വഴിയുണ്ട്. ഞാനൊരു രക്ഷാകവചം മണി നിനക്ക് തരാം. അത് കൈലാസത്തിന്റെ പ്രധാന വാതിലിൽ ബന്ധിക്കണം. ഇതൊരു താൽക്കാലിക രക്ഷ മാത്രം. ഗൗരിയുടെ ആത്മാവിനെ താൽക്കാലികമായി നേരിടാം. അവൾ കൂടുതൽ ശക്തി പ്രാപിക്കാതിരിക്കാൻ ഇത് മാത്രമാണ് പരിഹാരം. എന്നാ അങ്ങനെ ചെയ്യാം.